നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി ചെറുകടലാടി. നീണ്ട ശിഖരങ്ങളോടുകൂടിയ ചെടിയായതുകൊണ്ട് ഇതിനെ ശിഖരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അക്കിരാന്തസ് ആസ്പെരെ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അമരന്തേസിയ കുടുംബത്തിൽപ്പെട്ടതാണ് കടലാടി. സംസ്കൃതത്തിൽ ഇതിനെ അപാമാർഗ, മയൂര, ശിഖരി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. പൊതുവെ വയലുകളിൽ കളകളായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് ചെറുകടലാടി. ഇതിൻ്റെ രൂപവിവരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1/2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വളരുന്ന ഒരു ചെടിയാണ് കടലാടി. നീണ്ട ശിഖരങ്ങളോടുകൂടിയ ഒരു ആരോഹി സസ്യമാണ് കടലാടി. ചെറിയ ഇലകളാണ് ഉള്ളത്. പൊതുവെ 2 വശത്തും ആയിട്ട് ഇലകൾ ഉണ്ടാവാറുണ്ട്. ഒരില വലുതും മറ്റേ ഇല ചെറുതുമായിട്ടാണ് കടലാടി കണ്ടുവരുന്നത്. ഇതിൻ്റെ കായ എന്ന് പറയുന്നത് രോമാവൃതവുമാണ്, അല്പം കൂർത്തുമിരിക്കുന്നതാണ്. പൂങ്കുലകളും ഇതിൽ കാണുന്നുണ്ട്. പൊതുവെ ക്ഷാരൌഷധമായിട്ടാണ് ആയുർവേദത്തിൽ കടലാടി ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ വിത്ത്, ഫലം സമൂലമായിട്ടും ഇത് ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ രാസഘടന എന്ന് പറയുന്നത് ഈതർ പെട്രോളിയം അടങ്ങിയിട്ടുണ്ട്. സാപ്പോണിനും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെപ്പറ്റി ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. കടലാടി ഒരു വസ്തിശോധനമാണ്. അതുപോലെ അതൊരു വിഷഹരമാണ്, ഗ്രാഹിയാണെന്ന് പറയാം. ഈ വിഷഹരം എന്ന് പറയാൻ കാരണം ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഈ കടലാടി ഇല സമൂല അരച്ച് പുറമേട്ടേക്കും, അത് തന്നെ അകത്തേക്കും കൊടുക്കും. അതുപോലെ ഈ മൂത്രം പോകുമ്പോൾ കടച്ചിലൊക്കെ ഉള്ള ആൾക്കാർ ഈ സമൂലം കഷായം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ അതിൻ്റെ ഒരു ഫലമുള്ളത് ഈ വയറിളകുമ്പോൾ ഈ കടലാടിയുടെ ഈ തരി എടുത്തിട്ട് പാലിലിട്ട് തിളപ്പിച്ച് കൊടുക്കും. പിന്നൊരു ഉപയോഗം പറയുകയാണെങ്കിൽ ഈ കടലാടിയുടെ ഇലയും ഈ പൂവൊക്കെ ഇട്ട് ഈ എണ്ണ മൂപ്പിച്ചിട്ട് അത് വയ്ക്കുക. അത് ഈ കുട്ടികൾക്ക് ചെവി വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ 2 തുള്ളി ഒറ്റിച്ച് കഴിഞ്ഞാൽ ഈ ചെവി വേദന മാറും.